നമസ്കാരം, ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ അടൂരുള്ള ഒരു അഗതി മന്ദിരത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ മെയിനായിട്ട് പറഞ്ഞിരുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, അഗതി മന്ദിരത്തിൽ വന്ന വീഴ്ചകൾക്ക് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടികൾ എടുക്കുക എന്നും, രണ്ട്, അനാമികയുടെ കുട്ടിയുടെ ബർത്തിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. അനാമികയുടെ കുട്ടിയുടെ ബർത്തിനെ കുറിച്ച് നമ്മൾക്ക് ആധികാരികമായി എന്തെങ്കിലും പറയണമെങ്കിൽ അത് ഒന്നുകിൽ അനാമികയെ ചികിത്സിച്ച ഡോക്ടർ റിപ്പോർട്ടോട് കൂടിയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ബർത്തിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ആ കുട്ടി അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അനാമികയുടെ കുഞ്ഞ് പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിൽ തന്നെ വളരട്ടെ എന്ന് രണ്ട് കാര്യങ്ങളായിരുന്നു ഞാൻ മെയിനായിട്ടും എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറി തെളിവുകളെല്ലാം ഉദയഗിരിജയ്ക്ക് എതിരായി വന്നിരിക്കുകയാണ്. ഈ സിന്ധു പല്ലവി എന്ന് പറഞ്ഞ നേരത്തെ അവിടെ വാർഡനായി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ലേഡി അന്നൊരു വീഡിയോ ഇട്ടതിന് റിപ്ലൈ ആയി ഉദയഗിരിജ എന്ന ആ സ്ത്രീ മറുപടിയായി അവരുടെ ചാനലിൽ വേറൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ കാണാനിടയായ സിന്ധു അതിനെതിരെ കൂടുതൽ തെളിവുകൾ നിരത്തുകയും ആ വീഡിയോ കണ്ട് ആ അനാഥാലയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പല അന്തേവാസികളും പ്രമുഖ യൂട്യൂബേഴ്സിന് അവരുടെ വോയിസ് ക്ലിപ്പുകൾ അയച്ചു കൊടുക്കുകയും ആ അഗതി ബന്ധത്തിലെ അഴിമതികളെ കുറിച്ച് പറയുകയും ചെയ്തു. സിന്ധു പല്ലവിയുടെ കുറച്ച് അവിടെയുള്ള വീഡിയോകളും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയ്ക്ക് മറുപടിയായി ഉദയഗിരിജയുടെ വീഡിയോ വന്നപ്പോൾ അവിടെ അടുത്തുള്ള അവരുടെ സമീപവാസികളും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന അനാഥ മന്ദിരത്തിൽ താമസിച്ച അന്തേവാസികളും യൂട്യൂബേഴ്സിന്റെ കൈകളിൽ കിട്ടി. ആ വോയിസ് ക്ലിപ്പുകളെല്ലാം ഇപ്പോൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സിന്ധു പല്ലവിയുടെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ നേരത്തെ ചെയ്തിരുന്ന അമ്മയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ആ വീഡിയോയും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം അർത്ഥം വലിയ അഴിമതികൾ നടന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്ന പോലെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സാഹചര്യമാണ്. അനാഥ മന്ദിരത്തിലെ വയസ്സായ അമ്മമാർക്ക് കൃത്യമായ അവർക്ക് കൃത്യമായ ആഹാരം കിട്ടുന്നില്ല. പുറത്തുനിന്ന് സ്പോൺസർഷിപ്പായിട്ട് ആഹാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് 2-3 ദിവസം വെച്ച് അവർക്ക് പുളിച്ച ആഹാരങ്ങളാണ് കൊടുക്കുന്നത്. അവരെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനും നോക്കാനും അവിടെ സ്റ്റാഫുകളില്ല. ഉള്ള സ്റ്റാഫുകൾക്ക് തന്നെ ക്ലീനിങ്ങിന് ആവശ്യമായ ഗ്ലൗസോ മറ്റ് വസ്തുക്കളോ ഇവർ കൊടുക്കുന്നില്ല. ചിൽഡ്രൻ ഹോം എന്ന് പറയുന്നത് CWCയുടെ ഫണ്ടിൽ നിന്ന് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ്. പിന്നെ CWCയുടെ ശുപാർശയിൽ വരുന്ന കുട്ടികളാണ് അവിടെ ഉള്ളത്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 16 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇവർ വിവാഹാലോചനയാണ് നടത്തുന്നത്. കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകാനുള്ള സാഹചര്യങ്ങൾ അവരവിടെ ഉണ്ടാക്കുന്നില്ല. പകരം കുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. കാരണം അവർക്ക് അതിൻ്റെ പേരിൽ നല്ലൊരു ഫണ്ട് പിരിവ് നടത്താൻ വേണ്ടിയുള്ള ഉദ്ദേശമായിരിക്കും. പിന്നെ ഈ കുട്ടികളുടെ കാര്യത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ ക്ലീനിങ്ങിനുള്ള കാര്യങ്ങളോ അവർക്ക് ഉപയോഗിക്കാനുള്ള എണ്ണയോ സോപ്പോ ഒന്നും മതിയായ രീതിയിൽ ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ പേരിൽ ഒരു വലിയ തുക ഫണ്ടായിട്ട് ശേഖരിച്ചിട്ട് ഈ ഗിരിജ എന്ന് പറയുന്ന വ്യക്തി ഈ അനാഥാലയത്തിലേക്ക് ഈ ഫണ്ട് ചിലവഴിക്കുന്നതിന് പകരം പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഫണ്ടുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അനാഥാലയത്തിലെയും അഗതി മന്ദിരത്തിലെയും അന്തേവാസികൾക്ക് ചെറിയ തെറ്റുകൾക്ക് വലിയ ശിക്ഷകൾ നൽകുന്ന ഒരു മാനുഷിക പരിഗണന പോലും ഇല്ലാത്ത രീതിയിൽ ശിക്ഷകൾ നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത്. വോയിസ് ക്ലിപ്പ് പുറത്തായിട്ടുണ്ട്. അത് വളരെ മോശമായ രീതിയിലാണ് അവരവിടെ ഈ ശിക്ഷാ നടപടികൾ കൊടുക്കുന്നത്. ഇങ്ങനെ അവരുടെ വരുമാനം എന്ന് പറയുന്നത് ഈ അന്തേവാസികൾക്കായിട്ട് വരുന്ന പൈസയാണ്. അപ്പോൾ ആ പൈസ വാങ്ങിച്ചുകൊണ്ട് അവരോടൊരു നീതിപൂർവമായ രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുന്നതിന് പകരം അവർക്ക് വളിച്ചതും പുളിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുക, അവർക്ക് പ്രോപ്പറായിട്ട് ഡ്രസ്സോ അവർക്ക് മരുന്നോ ഒന്നും കൊടുക്കാതെ ഫാമിലിക്ക് വേണ്ടി എല്ലാം ചിലവാക്കിയിട്ട് ഇവർക്കൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് അനാമികയുടെ വിഷയത്തിലേക്ക് വന്നാൽ, അനാമിക അവിടെ താമസിക്കുന്ന കാലത്ത് കുട്ടികളുടെ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് ഒരു ലോക്ക് കൊണ്ട് പൂട്ടുമായിരുന്നു. ആ ലോക്ക് പൂട്ടിയിട്ടാണ് സ്റ്റാഫുകൾ ഉറങ്ങാൻ പോകുന്നത്. ആ ലോക്ക് തുറക്കാനായി വിഷ്ണു അനാമികയ്ക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്തുവെന്നും ആ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അനാമിക വിഷ്ണുവിന്റെ റൂമിലേക്ക് പോകും എന്നായിരുന്നു അവിടെ താമസിക്കുന്ന കുട്ടിയുടെ വോയിസിൽ പറയുന്നത്.
ഈ കാര്യം അറിഞ്ഞ ഗിരിജ ഇതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അനാമികയെ ഒരുപാട് വഴക്ക് പറയുക, അനാമികയെ പോലെ ഒരാളെ തന്റെ മരുമകളാക്കാൻ അവർക്ക് ഇഷ്ടമല്ലെന്ന് അവിടെയുള്ള അന്തേവാസികളോടും പറയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഒരു ദിവസം അനാമികയും ഈ വിഷ്ണുവും കൂടെ അനാഥാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അങ്ങനെ ഒരു പോലീസ് കേസ് ആവുകയും ചെയ്തിട്ടുണ്ട്. ശേഷം അനാമിക ഗർഭിണിയായതിനു ശേഷമാണ് ഒരു കപട പ്രചരണം നടത്തി മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്. ഇപ്പോൾ മകനായ വിഷ്ണുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു അഴിമതി നടത്തുന്ന അനാഥാലയവും ചിൽഡ്രൻ ഹോമും ഒക്കെ അവരുടെ കൈകളിൽ നിന്ന് സുരക്ഷിതരായ മറ്റേതെങ്കിലും കൈകളിലേക്ക് എത്തിക്കണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു അനാഥാലയം അല്ലെങ്കിൽ ചിൽഡ്രൻ ഹോമോ നടത്തിക്കൊണ്ടു പോകാൻ ഗിരിജ എന്ന് പറയുന്ന ലേഡിക്ക് യാതൊരു റൈറ്റുമില്ല. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഈ അനാഥാലയം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗിരിജ എന്ന ലേഡിക്ക് അനുവാദം കൊടുക്കരുത്. ആ അനാഥാലയത്തിൽ നടക്കുന്ന കൂടുതൽ അഴിമതികളും ക്രമക്കേടുകളും കണ്ടുപിടിച്ച് അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.